സുഖാണോ അച്ഛമ്മേ? എന്റെ മാധവനെ കാണാൻ പറ്റാത്തതിലും അവന്റെ ശബ്ദം കേൾക്കാൻ പറ്റാത്തതിലുള്ള സങ്കടം മാത്രമേ ഉള്ളൂ. മുത്തശ്ശി ഇപ്പൊ സുന്ദരിയായി. ആവൂലോ. കൊച്ചു കുട്ടികളെ പോലെ നിലത്ത് വെക്കാതെയല്ലേ വിക്രം മുത്തശ്ശിയെ കൊണ്ട് നടക്കുന്നേ. ഇവൻ മുത്തശ്ശിയുടെ പാദം വരെ തിരുമ്മി കൊടുക്കും. മതി മതി. മക്കളെ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ജഗന്റെ വീട്ടിൽ എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? മോള് വിശേഷങ്ങളൊക്കെ പറ, അച്ഛമ്മ കേക്കട്ടെ. വരുന്ന വഴിക്ക് ഞങ്ങള് രാഖിയെ കണ്ടിരുന്നു. രാഖിയെ കണ്ടെന്നോ? ആ നാശം പിടിച്ചോളൂ വഴക്കിടാൻ വന്നോ നിന്നോട്? രാഖി? ഇല്ല മുത്തശ്ശി, രാഖി ആന്റി എന്നെ കാണാൻ വന്നതാ. ദിയമ്മക്ക് ഐസ്ക്രീം ഒക്കെ വാങ്ങി തന്നു. ആരാ ഈ രാഖി ആന്റി? ഞങ്ങള് പോലീസുകാർക്കൊന്നും നേരവും കാലവും ഇല്ലല്ലോ സാർ. നിങ്ങൾ രാഷ്ട്രീയക്കാർക്ക് ആളും തരവും ഇല്ല എന്ന് പറയും പോലെ ആവും. അതെ അതെ, പല പഴയ സംഭവങ്ങളുടെയും ചുരുളഴിയുന്നത് രാഷ്ട്രീയക്കാരിൽ നിന്നാണ്. മനസ്സിലായില്ല. പറയാം. പറയൂ. ഞാനിപ്പോ ഒരു കേസ് അന്വേഷണത്തിന്റെ പുറകില. ഓ, ഏകദേശം 10 years ആയിട്ട് MLA ആയിട്ടിരുന്ന ഒരാളല്ലേ. അപ്പോ സാറിൽ നിന്ന് തന്നെ തുടങ്ങാന്ന് വിചാരിച്ചു. അത് നല്ലതാ. ഇന്നത്തെ കാലത്ത് യൂണിഫോം ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഈ വക ചിന്തകളൊന്നുമില്ല. തോളത്ത് എത്ര സ്റ്റാർ കയറിയാലും ഗുരുത്വം എന്ന് പറയുന്നൊരു സാധനം, അതിനാണ് തിളക്കം കൂടുതൽ. പിന്നെ ഏതിനെ കുറിച്ചാണ് ACPക്ക് അറിയേണ്ടത്? ഒരു ആക്സിഡന്റിനെ കുറിച്ചാ. സാറിന് ഓർമ്മയുണ്ടാവോന്നറിയില്ല, കുറച്ചുനാൾ മുന്നേ നടന്നതാ. മരിച്ചത് ഒരു വലിയ ബിസിനസ്സുകാരനും അമ്മയുമാ. ആളിന്റെ പേര് രാജീവ് മേനോൻ. സാറിന് ഈ രാജീവ് മേനോനെ അറിയോ? ഇല്ല, എനിക്കറിയില്ല. ഗുഡ്. ഈ ആക്സിഡന്റ് കേസ് അന്വേഷിച്ചു വന്നപ്പോ ആക്സിഡന്റ് നടന്ന പ്ലേസിൽ നിന്ന് ഒരു CCTV ഫുട്ടേജ് കിട്ടി. അന്ന് നല്ല മഴയുള്ള ദിവസമായതുകൊണ്ട് വിഷ്വൽസ് അത്ര ക്ലിയർ അല്ല. പക്ഷെ ആ ഫുട്ടേജിൽ നിന്ന് ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് ഏകദേശം ആ സമയത്ത് സാറിന്റെ വണ്ടി പോലൊരു വണ്ടി ആ ഫുട്ടേജിൽ കണ്ടു. എന്റെ വണ്ടി ഒന്നും ആയിരിക്കില്ല. അതുപോലത്തെ എത്ര വണ്ടികൾ ഇവിടെ ഓടുന്നുണ്ട്. അതെനിക്കും തോന്നി. അതാണ്. മഴയായതുകൊണ്ട് വണ്ടിയുടെ നമ്പർ വ്യക്തമല്ല. പക്ഷേ മഴ സമയത്ത് ആ കാറിൽ നിന്ന് ഇറങ്ങിയ ഒരാൾക്ക് സാറിന്റെ ഒരു റിസംബ്ലൻസ് തോന്നി. ഒരിക്കലും അങ്ങനെ വരാൻ വഴിയില്ല. ഞാൻ അവിടോട്ട് പോയിട്ടുമില്ല. റിസംബ്ലൻസ് എന്നേ ഞാൻ പറഞ്ഞുള്ളൂ, സാർ ആണെന്ന് ഞാൻ പറഞ്ഞില്ല. കൂടെ മറ്റൊരു കാറിൽ വന്ന ചില പ്രവർത്തകരുണ്ടായിരുന്നു, കുറച്ച് പൊളിറ്റീഷ്യൻസ്. സാറിനല്ല, അന്ന് ആ മഴ സമയത്ത് അവിടെ നിന്ന് ഇറങ്ങിയ ആൾക്ക് എന്നേ ഉദ്ദേശിച്ചുള്ളൂ. AC ഇട്ടിട്ടും സാറിന് നല്ല ചൂടുണ്ടല്ലേ, വല്ലാതെ വിയർക്കുന്നു. അല്ലെങ്കിലും ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് ഹ്യൂമിഡിറ്റി കൂടുതലാ. എന്തായാലും ഞാൻ വിളിപ്പിച്ച കാര്യത്തിന്റെ ഉത്തരം കിട്ടി. സാർ എന്നാ ചെന്നാട്ടെ. പിന്നെ ഒരു കാര്യം, ഞാൻ ചോദിച്ച കാര്യത്തിന് സിൻസിയർ ആയിട്ട് തന്നെ ആൻസർ തന്നതിന് താങ്ക്സ്. ശരി. ശരി. അച്ഛനിപ്പോ അച്ഛമ്മയെ കാണാത്തതിന്റെ ദുഃഖം മാത്രമേ ഉള്ളൂ.
അച്ഛമ്മയെ കാണാത്തതില് അച്ഛനേക്കാൾ സങ്കടപ്പെടുന്ന ഒരാളുണ്ട് അവിടെ. ഞാൻ പറയട്ടെ, വിനു അങ്കിള്. ബുദ്ധി അല്പം കുറവായതുകൊണ്ട് അവന് ചതിക്കാൻ അറിയില്ല, സ്നേഹിക്കാനേ അറിയും. എന്ന മോളെ, ഞങ്ങൾ ഇറങ്ങട്ടെ. എനിക്ക് പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ച് കഴിഞ്ഞു പോവാൻ ചേച്ചി. നമ്മൾ നല്ലതുപോലെ ഒന്ന് സംസാരിച്ചത് പോലും ഇല്ലല്ലോ. അതെ അതെ, പിന്നെ പോവാന്നേ. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ പോയാ മതി. മോളെ, ഞങ്ങൾ ഇറങ്ങട്ടെ. എനിക്ക് പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. മക്കളെ, ശരി മുത്തശ്ശി എന്നാ. നിരഞ്ജൻ അവനിനി ഭൂലോകത്ത് വേണ്ട.